ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്കൊരു പുതിയൊരു അതിഥിനെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ വയനാട് വന്നപ്പോൾ ഈ ഒരു കൊച്ചു മിടുക്കി ഓളെ വെല്ലുപ്പി ഈ വണ്ടിയിലേക്ക് യാത്ര. അപ്പൊ ഇത് കണ്ടപ്പോൾ നമുക്ക് കൗതുകം. അപ്പൊ മോളോട് ചോദിച്ചു നോക്കാം അതിനെ പറ്റിയുള്ള വിശേഷങ്ങളൊക്കെ കേട്ടോ. ഹായ്, ഹലോ, സൂപ്പറാണ് കേട്ടോ. എന്താ പേരെന്താ? നിയാനൗറിൻ. എവിടെ സ്ഥലം? എവിടെ? ഈങ്ങാപ്പുഴക്കാരത്തിയാണ് കേട്ടോ. എന്താ പഠിക്കാണോ? എന്താ പഠിക്കണേ? 6ാം ക്ലാസ്സിൽ മിടുക്കി കുട്ടിയാണല്ലോ. ഉഷാറല്ലേ? പഠിപ്പൊക്കെ ഉഷാറല്ലേ? അപ്പൊ ഇതാ മോളെ വണ്ടിയാണ് കേട്ടോ. ഇത് വെല്ലിപ്പാന്റെ വണ്ടിയല്ലേ? എത്രയായി വണ്ടിയൊക്കെ ഓടിക്കുക? എത്രയായി? അടുത്ത് വാങ്ങിയിട്ടുള്ളൂ അല്ലേ? ടാറിട്ട് റോട്ടുമ്പോൾ ഓടിക്കരുത്. നമ്മളെ വീടിന്റെ മുറ്റത്തുനിന്നൊക്കെ ഓടിക്കട്ടോ. അതാണ് പ്രശ്നമില്ലാത്ത വണ്ടിയാണ്. ഇലക്ട്രിക്കൽ സ്കൂട്ടറാണ്. ഇതിന്റെ സ്പീഡ് എത്ര വരുന്ന എനിക്കറിയോ? 25. അപ്പൊ ലൈസൻസിന് വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം നമുക്ക് സ്പീഡ് ഇല്ലാത്ത വണ്ടി അല്ലേ. ഒന്നുകൂടി മുന്നേക്ക് ഓടിച്ചു പോവാ, കണ്ടിട്ട് നമുക്കൊരു കൗതുകോ. ഓക്കെ, സെറ്റ്. അപ്പൊ ഈ വണ്ടിക്ക് എത്ര മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടണം എനിക്കറിയോ? 100 കിട്ടുന്നുണ്ട് ഒരു ചാർജിലല്ലേ. അപ്പൊ ഈ ചാർജ് ചെയ്യാൻ എത്ര സമയം എടുക്കും? 2 hour. എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ. എനിക്ക് എന്താ ഭാവിയിൽ എന്താ ഡ്രൈവറാണ്? എന്താ താല്പര്യം? എന്താ? അന്നെ അടിപൊളിയായിട്ട് പങ്കെടുക്കണം. എന്തായാലും വിജയിക്കും. കാരണം എന്റെ ചെറിയ സ്വപ്നത്തിൽ എന്താ എന്ത് ചെയ്യാ, മുന്നോട്ട് കൊണ്ടുപോവാ. അപ്പൊ വിജയിക്കുള്ളൂ കേട്ടോ. നമ്മളത് കൊച്ചു പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ, ബാക്കിൽ നമുക്ക് ലോഡ് വെച്ച് പോവാട്ടോ. വെല്ലുപ്പാക്ക് എന്താ മീനിന്റെ കച്ചവടം പരിപാടിയൊക്കെ. അപ്പൊ അവർക്ക് ഉപ്പാക്ക്, അപ്പൊ അവരെ ഉപ്പാക്ക് അത്രയും അടിപൊളിയായിട്ടുള്ള വണ്ടിയാണ്. നല്ലൊരു വെറൈറ്റി വണ്ടി. ഇത് ഏതാ കമ്പനി അറിയോ? കൊമാക്കി. അപ്പം ഇതിന് എത്ര പ്രൈസ് വരുന്നത്? 1.46 അല്ലേ? അപ്പൊ നമുക്ക് അത്രയും പെട്രോളിനും ചെലവ് കമ്മിയാണല്ലോ അല്ലേ? ഒരു ചാർജിന് എത്ര പൈസ വരും? ഇല്ലല്ലേ? അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇതിന്റെ സിസ്റ്റം എങ്ങനെ ഒന്ന് പറഞ്ഞുതരുമോ? ഇത് ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, പിന്നെ അത് റിവേഴ്സ് ഗിയർ. അത് ഗിയറുള്ള വണ്ടിയാണല്ലേ? ഓട്ടോമാറ്റിക് മറ്റേ സ്കൂട്ടി പോലല്ല. ഓക്കെ, റിവേഴ്സ് ഗിയർ ഉണ്ട്. റിവേഴ്സ് ഗിയർ ഇട്ടാ ഒരു മിനിറ്റ്. റിവേഴ്സ് ഗിയറിൽ നമ്മൾ ചാവി ഓൺ ആക്കുന്നു, റിവേഴ്സിലേക്ക് ഇടുന്നു അല്ലേ? ഇത് ആദ്യം അമർത്തി പിടിക്കണം. അപ്പൊ ആ സൗണ്ട് വരും. ഓക്കെ. അയ്യോ, സൂപ്പർ. ഇനി ഫ്രണ്ടിലേക്കാണ് ആ ബട്ടൺ നേരെ ഓപ്പോസിറ്റ് അടിക്കുക. ഓക്കെ. ഫ്രണ്ടിലേക്ക് പോണേ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കണം, അല്ലെങ്കിൽ അത് വിട്ട് അവിടെ മുറിഞ്ഞാ പോവില്ല. ബ്രേക്ക് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുന്നോട്ടാക്കണം അല്ലേ? ഓക്കെ. അപ്പൊ അവിടുന്ന് കണ്ട് ഞാൻ ചുരം കയറി വരുമ്പോ നല്ല വൈബ് അടിച്ച് വരുന്നുണ്ട്. വലിയ അപ്പൊ വണ്ടി ഓടിക്കുന്നുണ്ട്. ഓള് അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ട് യാത്ര നല്ല ഇഷ്ടപ്പെടുന്ന ആളല്ലേ? ഓക്കെ. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്? കാക്കയുണ്ട്, പേര് ഒന്ന് ഉഷാറാക്കി പറഞ്ഞ. നിയാനൗറിൻ. അടിപൊളിയായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച്. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നല്ല യാത്രകൾ ചെയ്യാം അടിപൊളിയായിട്ട്. വെല്ലിപ്പാന്റെ കൂടെ വൈബ് അടിച്ച് എവിടുക്ക പോണേ? മോളെ വീട്ടിക്കല്ലേ? മോളെ വീട്ടിക്ക്. ഇതിൽ എത്ര ലോഡ് കപ്പാസിറ്റി പോവാൻ അറിയോ? എത്ര പോവും? 500 കിലോ പോവും. ഓക്കെ. അപ്പൊ ഇത് ഒരു ശരിക്കും പറഞ്ഞ ഒരു ഓട്ടോറിക്ഷ അല്ല, ബൈക്കല്ല. ഓട്ടോറിക്ഷക്കും ബൈക്കും പാടെ ഉണ്ടായാൽ ആ പർപ്പസ് ഒക്കെ നടക്കും കേട്ടോ. ബാക്കിൽ നിങ്ങളൊക്കെ ഒന്ന് കയറി ഇരുന്നാണ് ജസ്റ്റ് ഒന്ന് ഓടിക്കും. ഇത് നമുക്ക് എന്താ പറയുക, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓടിപ്പിക്കുന്നത്. കുട്ടികളെ വണ്ടി ഓടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അപ്പം ഇതിന് 25 സ്പീഡുള്ളൂ. അങ്ങനെ കാര്യങ്ങളൊക്കെ ഓക്കെ അറിയാം കേട്ടോ. അപ്പൊ ഇതിന് എന്തൊക്കെ പർപ്പസ് ഉണ്ട്? വീണ്ടും പറഞ്ഞല്ലോ, ഹാൻഡ് ബ്രേക്ക് ഉണ്ട്. അതിന് ഇട്ട് പോവാല്ലേ? ഇതിലോ ഈ പോയട്ടോ? സൂപ്പർ. ഇവിടെ ചെറിയൊരു മിടിക്കാട്ടോ. കാരണം ഉപ്പാനെ സഹായിക്കാനും മീൻ കച്ചവടത്തിനൊക്കെ പോകണ്ട ആള്. അങ്ങനെ ആക്കിയ ചെന്നാ പിന്നെ ഏറ്റവും പോവില്ല.
റിവേഴ്സ് ഗിയർ എനിക്ക് കാണിച്ചു തന്നു. ആ വോയിസ് കൊടുത്ത് കഴിഞ്ഞിട്ട് ആ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് ആയി, പിന്നെ വണ്ടി കൊടുക്കാനെങ്കിലും അല്ലേ. അപ്പൊ ഇതിന് 1.5 ലക്ഷം റുപ്യ നമുക്ക് റേറ്റ് വരുന്നുണ്ട്. എത്ര ഇപ്പൊ എടുത്തിട്ട്? 1 മാസമായി. സർവീസും കാര്യങ്ങളും നിങ്ങളല്ലേ? അപ്പൊ ഈ വണ്ടിന്റെ ഫസ്റ്റ് ഡെലിവറി ഇവരാട്ടോ എടുത്തത്. അപ്പൊ 1.5 ലക്ഷം റുപ്യ വണ്ടിക്ക്. പക്ഷെ MTC 1.5 ലക്ഷം റുപ്യന്റെ പർപ്പസ് നടക്കുന്നുണ്ട്. നിങ്ങൾ കച്ചവടം കാര്യങ്ങളും ഒരു 2-3 ആൾക്കാർക്ക് ഇതുമ്പോ ബാക്കിൽ പോവാല്ലേ. 4 കിൻഡൽ 4 കിൻഡൽ നമുക്ക് ഇതിൽ കയറ്റി പോട്ടോ. ചാർജിങ് നമുക്ക് എത്ര കിട്ടണ? 160 കമ്പനി 100 പ്രതീക്ഷിക്കാം. ഓക്കെ. ഒരു ചാർജിന് എത്ര പൈസ വരും നിങ്ങൾക്ക്? പിന്നെ ചെറിയൊരു എങ്ങനെ ലോറിയെ പോലെ അല്ലേ? വല്ല ജർക്കിയും കാര്യങ്ങൾ ഉണ്ടാവില്ല. അതാ ലീഫ് സെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടോ. അപ്പൊ അടിപൊളി ഒരു വണ്ടി കണ്ടപ്പോ ഒരു ഹായ്. അപ്പൊ നമ്മളിപ്പോ ഒരു അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടാട്ടോ അവരെ. അപ്പം നിങ്ങളെ ചെറിയൊരു മിനി വ്ളോഗറോടെ ആയിട്ട് ആള്. വ്ളോഗിന്റെ പേര് പറയും നിച്ചു വ്ളോഗ്. അപ്പൊ ഓളെല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഓളെ കാർഷികമായിട്ടും ഓള് മീൻ വിൽക്കാൻ പോണ എല്ലാ വീഡിയോസും അതിൽ വരും. എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അപ്പൊ നമ്മളെ കൊച്ചു മിടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് പറഞ്ഞേക്കോ, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ. അതാണ് ഫുൾ പവറാണ് കേട്ടോ ആള്. അപ്പൊ കൂടുതൽ യാത്ര ചെയ്യാനും അതേപോലെ തന്നെ ഈ ഉദ്ദേശിച്ച എൻ്റെ സ്കേറ്റിങ്ങിലേക്ക് എത്താനും എല്ലാത്തിനും അടിപൊളിയായിട്ട് നമ്മളെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മള് അതേപോലെ തന്നെ നമ്മളെ കാഴ്ചക്കാരോട് പറയും സപ്പോർട്ട് ചെയ്യണം. എന്താ സപ്പോർട്ട്? വീഡിയോസ് ഒന്നും ഇടണം കേട്ടോ. അപ്പൊ ഓക്കെ, കൊച്ചും പിടിക്കും. അതെ, അത് സെറ്റ് ആയിക്കോളും. അപ്പം വളർന്നു വരുന്നല്ലേ ഉള്ളൂ, സെറ്റ് ആയിക്കോളും. മീനിന്റെ അടുത്ത് എന്നിട്ട് പിന്നെ കുട്ടന്മാരോട് ചോദിക്കും നല്ല മീനൊന്നും ഇല്ലാന്ന്, അക്കുറ ആകോരിയൊന്നും ഇല്ലാന്ന് ചോദിക്കും. എന്നിട്ട് അപ്പൊ ഓളെ വെല്ലുപ്പാണ് കേട്ടോ. വെല്ലുപ്പ ആള് വൈബാണ്, ഓള് വൈബാണ്. അപ്പൊ ഓള് രണ്ടാളും കൂടെ വയനാട്ടിലേക്ക് പോവാണ്. ഓള് വെല്ലുപ്പ അമ്മായിന്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ താങ്ക് യു. നമുക്ക് വീണ്ടും കാണാൻ ഞാൻ വരുന്നുണ്ട്, എന്റെ വീടൊക്കെ കാണാന്. ഓക്കെ, താങ്ക് യു. ഓ, അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് നമ്മൾ കൊണ്ടുവരണം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ 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 ബൈ.